എപ്പോഴും ഞാൻ ഒന്നിൽ ഫുട് ഓവർ ബ്രിഡ്ജിന് ഇൻട്രോ എടുക്കും, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്നാണ് ഇൻട്രോ എടുക്കാറുള്ള പതിവ്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് അവിടെ ഇറങ്ങിയിട്ടൊക്കെ ഇൻട്രോ എടുക്കാറുള്ള പതിവ്. പക്ഷെ ഇന്ന് ഞാൻ ഡിഫറൻ്റ് ആയിട്ടൊരു ഇൻട്രോ പിടിക്കാനായിട്ടോ ട്രെയിനിനുള്ളിൽ നിന്നൊരു ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ വരാനായിട്ട് കുറച്ച് ദിവസങ്ങൾ വന്നോട്ടോ, ഇടയ്ക്കിലാകെ നമുക്ക് വീഡിയോ ഒന്നും പോയി എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു യാത്രയ്ക്കായിട്ട് വന്നിരിക്കട്ടോ. ഞാനിപ്പോൾ ഗുരുവായൂരിലാണ് എത്തിയിരിക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് എറണാകുളം വരെ പോകുന്ന ആ പാസഞ്ചറുടെ ഒരു എൻഡ് ടു എൻഡ് ജേർണി ചെയ്യാൻ വേണ്ടിയിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാസഞ്ചർ നിങ്ങൾക്ക് അറിയാം, ഇത് അത്യാവശ്യം തിരക്കുള്ള പാസഞ്ചറാണ്. കാരണം ഗുരുവായൂർ തൊഴുത് രാവിലെ വന്ന് തൊഴുത് പോകുന്നവർ, രാവിലെ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ വരുന്ന പാസഞ്ചറിൽ വന്ന് തൊഴുത് ഈ ട്രെയിനിൽ തിരിച്ചു പോകുന്ന അത്യാവശ്യം ആൾക്കാർ ഇവിടെ നിന്ന്. കാരണം ഒരു ബിസി ആയിട്ടുള്ള ഒരു ട്രെയിൻ തന്നെയാണ്, ഒരു തിരക്ക് പിടിച്ച ട്രെയിൻ തന്നെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് പോകുന്ന ട്രെയിനാട്ടോ. ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് 1:33 എടുത്തിട്ട് എറണാകുളം ഒരു 4:25 റേഞ്ചിലൊക്കെ എത്തുന്ന ഒരു പാസഞ്ചർ. അപ്പോൾ ആ ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് 56-317 കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ യാത്ര നമുക്ക് ആസ്വദിച്ച് തന്നെ പോവാം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ സ്റ്റേഷൻ്റെ വർക്ക് നടക്കണതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നമുക്ക് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഗ്യാപ്പ് കുറവാണ്, നടക്കാനുള്ള പാതി ഇപ്പം ഇത്രേ ഉള്ളൂ ഇവിടെ. പിന്നത്തെ ഒരു കാര്യം, ഇപ്പോൾ ഗുരുവായൂർ സ്റ്റേഷനിലൊക്കെ വർക്ക് നടക്കാം കേട്ടോ. സ്റ്റേഷൻ്റെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് നാളെ നമ്മൾ വർക്ക് തുടങ്ങിയിട്ട്, നമ്മൾ ഒരു തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറിൽ കയറിയിട്ട് നമ്മൾ ഇവിടെ വന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ ഇവിടെ സ്റ്റേഷൻ്റെ വർക്കുകളൊക്കെ നടക്കാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതൊന്നുകൂടെ കൂടുതൽ സ്ഥലങ്ങൾ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നാലും ട്രെയിൻ കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ട്രെയിൻ കയറാനോ ഇറങ്ങാനോ നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു സ്ഥലത്ത് മാത്രമേ ഇവരിങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കിവിടെ ഗുരുവായൂർ സ്റ്റേഷനിലുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ട്രെയിനുകൾ എന്ന് വെച്ചാൽ രാവിലെ വരുന്നൊരു പാസഞ്ചർ ഉണ്ട്, ചെന്നൈക്മൂർ രാവിലെ വരും. അത് കഴിഞ്ഞൊരു പാസഞ്ചർ വരും. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പാസഞ്ചർ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിലോട്ട് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലോട്ട് വരും. ആ പാസഞ്ചർ തന്നെയാട്ടോ ഉച്ചയ്ക്ക് 1:30 ഗുരുവായൂർ എറണാകുളമായിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ നിന്ന് ട്രെയിനുള്ളതെന്ന് വെച്ചാൽ രാത്രി ആട്ടോ. രാത്രി നമ്മുടെ ചെന്നൈക്മൂറിലേക്ക് പോകുന്ന ഒരു വണ്ടിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് പുലർച്ചെ ഒരു ഇൻ്റർസിറ്റി ഉണ്ട് കേട്ടോ, ഗുരുവായൂരിൽ നിന്ന് ട്രിവാൻഡ്രം പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ട്രെയിനുകളാണ് നമുക്ക് ഗുരുവായൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത്. നമ്മുടെ ലോക്കോ P4 തന്നെയാട്ടോ വരുന്നത്. അത് നമുക്കിപ്പോൾ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ല, അമ്മാതിരി തിരക്കാണ്. ഞാൻ നിങ്ങൾക്കത് എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അരക്കോണസിൻ്റെ P4 കാരണം ഞാൻ അവിടെ നിന്ന് ഡീകപ്പിൾ ചെയ്യുന്ന സമയത്ത് കണ്ടിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലോക്കോ കാണിച്ചു തരാൻ സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ വരെ നയിക്കുന്ന ലോക്കോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രെയിൻ ജാം പാക്ക്ഡ് ആട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ സീറ്റ് കിട്ടിയിരുന്നു ആദ്യം. പിന്നെ എനിക്കൊന്ന് പുറത്തോണ്ടൊരു ആവശ്യം വന്നപ്പോൾ ഒന്ന് പുറത്തിറങ്ങി പോയതാട്ടോ. പിന്നെ വരുമ്പോഴേക്കും നമുക്ക് സീറ്റൊന്നുമില്ല, ഫുൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് എവിടെ നിന്ന് സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. മിക്കവാറും നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ നിന്ന് തന്നെ പോകുമായിരിക്കും ഈ ജേണി മൊത്തം. അതിപ്പോൾ സീറ്റ് ഇടുന്നതനുസരിച്ചിരിക്കാം. വിൻഡോ സൈഡ് കിട്ടിയാലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സൗകര്യമുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ട്രെയിൻ 1:30 എടുക്കും. നമ്മളിതിപ്പോൾ ഇങ്ങനെ കോച്ചിൻ്റെ അവിടെ ഒന്ന് നിൽക്കുകയാണ്. പതുക്കെ 1:30 നമ്മളേക്ക് എടുക്കും. കാരണം അത്രയും തിരക്കകത്ത്. അതുകൊണ്ട് എനിക്കകത്ത് ഷൂട്ട് ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ട്, തിരക്കായതുകൊണ്ട്. ആൾക്കാർ ഇപ്പോൾ അത്രയും തിങ്ങിക്കൂടി നിൽക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഇറങ്ങണ അനുസരിച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നേരത്തെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കയറണതാണ് നല്ല രസമാട്ടോ. ഈ സിംഗിൾ ലൈനിൽ നിന്ന് വന്നിട്ട് ഈ ഒരു സെക്ഷൻ ഗുരുവായൂരിൽ നിന്ന് വരുന്ന സമയത്ത് എപ്പോഴും ഈ സിംഗിൾ ലൈനിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഈ മെയിൻ ലൈനിലോട്ട് കയറണതാണ് നല്ല രസമാണ്, നല്ല അടിപൊളിയാണ്. നമ്മൾ ലോക്കോലെ പതുക്കെ മെയിൻ ലൈനിലോട്ട് കയറിയിരിക്കുകയാണ്. ബാക്കിൽ തിരിഞ്ഞു നല്ല രസമാട്ടോ മൊത്തത്തിൽ. നമ്മളിപ്പോൾ തൃശ്ശൂരിൻ്റെ ഔട്ടറായ പൂങ്കുന്നം സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സ്റ്റേഷനിൽ നിന്ന് കുറേ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിൻ തന്നെ എറണാകുളം പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ തന്നെ കയറിയിട്ട് രാവിലെ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. 56-313. അതിൽ നമ്മൾ രാവിലെ പോയപ്പോൾ ഇവിടെ തന്നെ പോയിട്ടുള്ള എറണാകുളത്തോട്ട്. അപ്പോൾ നമ്മളിതാ പൂങ്കുന്നം സ്റ്റേഷനിലേക്ക് വന്ന് കയറാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വിട്ടിരിക്കട്ടോ. തൃശ്ശൂരിലൊരു 5 മിനിറ്റൊക്കെ ലേറ്റായിട്ടേ വന്നിട്ടുള്ളൂ. പക്ഷേ തൃശ്ശൂരിൽ നിന്ന് നല്ല തിരക്ക് ഇറങ്ങിപ്പോയിട്ടോ ട്രെയിനിൽ നിന്ന്.
അതിനനുസരിച്ചുള്ള ആൾക്കാരും തൃശ്ശൂരിൽ തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് സ്റ്റോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ എത്തുന്നത് 4:30 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പകർത്തി കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പോവാം. അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ. നമ്മൾ പുതുക്കാട് വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഓൺ ടൈമിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നോക്കിയപ്പോൾ വലിയ ഡിലേസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്രോസിങ് കിട്ടിയിരുന്നു. അത് റപ്തിസാഗർ ആട്ടോ. ഒരു 2.5 മണിക്കൂർ ലേറ്റായിട്ട് വിടുന്ന റപ്തിസാഗറാണ്. അപ്പോൾ നമുക്ക് ക്രോസിങ് കിട്ടിയത് പുതുക്കാട് വെച്ചിട്ട്. അപ്പോൾ നമ്മളിത് മെയിനിൽ നിന്ന് പതുക്കെ ലൂപ്പ് കയറി പുതുക്കാട് വന്ന് കയറാം കേട്ടോ. ഞായറാഴ്ച കൊണ്ട് തന്നെ ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ട്. അതാണ് ഞാൻ ഉള്ളിൽ വന്ന് ഷൂട്ട് ചെയ്യാത്ത കേട്ടോ. കാരണം ആൾക്കാരെ പ്രൈവസി നോക്കണമല്ലോ. നമ്മളുടെ മെയിനായിട്ട് നമുക്ക് കാഴ്ചകൾ കണ്ടു പോകാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പുറത്തെ കാഴ്ചകൾ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ മാക്സിമമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതുക്കാട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഞാനിവിടെ ഒരു ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ അത് ആ വീഡിയോസ് കണ്ടുള്ളവർക്ക് അറിയാം. ഒരു അടിപൊളി സ്റ്റേഷനാണ് പുതുക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ആകെ ഒരു 2 മിനിറ്റിൻ്റെ ഹോൾട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എടുക്കും. ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതറ കുറേ സ്റ്റോപ്പുകളുണ്ട് കേട്ടോ. അതേ വിട്ടിരിക്കുകയാണ് നമ്മൾ പുതുക്കാടിൽ നിന്ന്. ഇവിടെ നിന്ന് ഈ ട്രെയിൻ ഇങ്ങനെ എടുത്ത് ഈ ഇപ്പോൾ ലൂപ്പിൽ നിന്ന് മെയിൻ കയറണമാണ് നല്ല രസമാട്ടോ. ഇപ്പോൾ ആ വരണ കണ്ടില്ലേ. അത് നീ ഇപ്പോൾ നേരെ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ലൂപ്പ് ക്ലിയർ ചെയ്ത മെയിൻ സിഗ്നലും കിട്ടി നമ്മൾ നേരെ മെയിൻ ലൈനിലോട്ട് കയറാം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കുറച്ച് സിഗ്നൽസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പുതുക്കാട്. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ മെയിൻ ലൈനിലേക്ക് കയറണവരെ നമുക്കൊരു ലൂപ്പ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10 അല്ലെങ്കിൽ 15-നുള്ളിലേക്കാണ് ഇവിടുത്തെ ലൂപ്പ് സ്പീഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് മെയിൻ ലൈനിലോട്ട് കയറുക. നമ്മൾ പുതുക്കാടിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേഷൻ ഇരിങ്ങാലക്കുടയാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ചാലക്കുടി പിന്നെ അങ്ങനെ കുറച്ച് സ്റ്റേഷനുകളുണ്ട് നമുക്ക്. ഇതിലെ കോച്ചിൻ്റെ അവസ്ഥയൊക്കെ പറയാൻ പോയാൽ കട്ട ഷോക്ക് കേട്ടോ. 2007, 2008 മെയ്ഡ് കോച്ചുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനുള്ളത് 2014 കേട്ടോ. കാരണം ഞാൻ ഇതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച ട്രെയിനിൽ ട്രാവൽ ചെയ്ത സമയത്ത് ഞാൻ കയറിയത് 2007 കോച്ചിലായിരുന്നു. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കോച്ചിൻ്റെ കാര്യം ഭയങ്കര ഷോക്കാണ്. തുരുമ്പൊക്കെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒട്ടിയിരിക്കണ പോലത്തെ ഇതാട്ടോ. പക്ഷേ ഇപ്പോൾ ഈ കയറിയിട്ടുള്ള കോച്ച് 2014 മെയ്ഡാണ്. അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ. അതാണ് ഈ കോച്ചുകളുടെ കാര്യം നോക്കുമ്പോൾ ഭയങ്കര കുഴപ്പമാണ്. പിന്നെ അകത്തുള്ള നീറ്റ്നെസ്സും ആ പഴയ കോച്ചിനൊക്കെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ കോച്ചിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നീറ്റ്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ട്രാവൽ ചെയ്യണവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എല്ലാം ഇന്ന് എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോപ്പുകളുണ്ട്. നമ്മൾ 4:30 എന്തായാലും എറണാകുളം ജംഗ്ഷൻ എത്തുന്ന സമയം. ഗുരുവായൂർ സ്ട്രെച്ചിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു സിംഗിൾ ലൈൻ നല്ല അടിച്ച് പറത്തി വിടലായിരുന്നു കേട്ടോ. നല്ല പെടാന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ലോക്കോ റേസ് ചെയ്ത് വന്നത്. പിന്നെ മെയിൻ ലൈനിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ പാസഞ്ചറിന് കുറച്ച് പരിമിതി ഉണ്ടല്ലോ, അതിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു ഗുരുവായൂർ തൃശ്ശൂർ ആ സ്ട്രെച്ചിൽ പൂന്നം വരെ നല്ല സ്പീഡിൽ നിന്ന് പോകാൻ പറ്റിയ കേട്ടോ. എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പരിമിതികളായിരുന്നു. കാരണം അടുത്തും ബാക്കിലും ഫ്രണ്ടിലും സൈഡിലൊക്കെ ഫുൾ ആൾക്കാരായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഞാൻ തിങ്ങി നിൽക്കണോണ്ട് എനിക്ക് ആ ഒരു സെക്ഷൻ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ. അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും എത്ര കണ്ടാലും സിംഗിൾ ലൈൻ്റെ ഭംഗി തന്നെയായിരുന്നു അവിടെ. സ്പീഡ് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ ലൂപ്പിലേക്ക് കൊടുത്തിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് 15-10 പക്ഷേ ചില സ്റ്റേഷനിലാണ് ലൂപ്പ് ഉള്ളത് കേട്ടോ. പക്ഷെ ഇവിടെ ചാലക്കുടിയാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയിലൊക്കെ നമ്മൾ മെയിൻ ലൈനിൽ തന്നെ കയറണേ. അതുകൊണ്ട് പിന്നെ ആ സ്പീഡിന് കുറവുണ്ടാവില്ല. നമ്മൾ നേരത്തെ ശ്രദ്ധിക്കണം, പുതുക്കാടൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ലൂപ്പിൽ കയറുമ്പോൾ ഭയങ്കര പതുക്കെ കയറുള്ളൂ. പുതുക്കാട് പിന്നെ അങ്കമാലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്കമാലി കയറുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് കയറുക. അങ്ങനെ നമ്മളിപ്പോൾ ചാലക്കുടി എത്തിയിരിക്കുകയാണ്. അപ്പുറത്തെ ട്രാക്കിൽ നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും ഗുഡ്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. അതിലിടയ്ക്കിടയ്ക്ക് ഗുഡ്സ് കാണാറുണ്ട്. എപ്പോൾ നോക്കിയാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സമയത്തൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഫ്ലൈറ്റ് ലോഡിങ് ഇല്ല, അല്ലെങ്കിൽ അവിടെ ഫ്ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ലോഡിങ് നടക്കണ കാണാൻ പറ്റും നമുക്ക്. ഇന്ത്യാസ് പവർഫുൾ ലോക്കോ വെച്ചിട്ട് ഫ്ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ച് ചാലക്കുടി വെച്ച് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. WAG
നമ്മൾ കൊരട്ടി അങ്ങാടി സ്റ്റേഷനിൽ കയറുക കേട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞ് സ്റ്റേഷനാണ് കൊരട്ടി അങ്ങാടിയൊക്കെ. ഇവിടെയൊക്കെ ജസ്റ്റ് 1 മിനിറ്റ് അങ്ങനെയൊക്കെ ഇതിൽ നിൽക്കുള്ളൂ കേട്ടോ. കുറച്ച് ആൾക്കാർ ഇത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ തന്നെ കയറുന്നവരാട്ടോ. അപ്പോൾ ഫ്രണ്ട് കോച്ചിലൊക്കെ ആൾക്കാർ കയറും. ഇതിലൊക്കെ ബാക്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് വരാം. ഈ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡായിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ തിരിച്ച് പോകുന്ന ഈ ട്രെയിൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എറണാകുളത്ത് നിന്ന് മറ്റേ മെമൂല് വരാറുണ്ട്. 5:30 മെമൂലൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ വിളിക്കാൻ വരണവർ നിൽക്കുന്നത് ആ മെയിൻ റോഡിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിന് മെയിനായിട്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കല്ലിട്ടിട്ടുണ്ട്, ഒരു സ്ലാബ് പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ആൾക്കാർ നടന്ന് അവിടെ ഒരു ഷെഡ് കാണാല്ലേ, അത് കൂടെയാണ് പുറത്തേക്ക് ഇറങ്ങി പോവുക ഈ കൊരട്ടിയങ്ങാടിയിൽ ഇറങ്ങണവരൊക്കെ. ഇപ്പോൾ വളവുള്ള ടേണിംഗ് ഒക്കെ നല്ല വളവുകളാട്ടോ. അപ്പോൾ ആ വളവിലൊക്കെ തന്നെയും ഒരു ലിമിറ്റഡ് സ്പീഡിലല്ലാണ്ട് പോവില്ല. കാരണം ഈ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് കുറച്ച് വളവും തിരിവും കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഇവിടെ ഒരു 110 ഒന്നും ഇപ്പോഴും നമുക്ക് എന്താ പറയുക 110 കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പറ്റാത്തത്. അതിൻ്റെ ഒരു ഇഷ്യൂസൊക്കെ കൊണ്ടാണ് ഈ റൂട്ടിൽ ട്രെയിനുള്ള സ്പീഡ് ഇപ്പോഴും ഒരേ റേഞ്ചിൽ തന്നെ പോകുന്നത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയാണ് ഭയങ്കര വളവിലുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പരിമിതിയൊക്കെ വരുന്നത്. ഇപ്പം നമ്മളീ പോകുന്ന റേക്ക് എന്ന് പറയുന്നത് കൊണ്ട് എറണാകുളത്തിട്ടിട്ട് ഇത് എറണാകുളം കായംകുളം പാസഞ്ചറായിട്ട് പോകും കേട്ടോ, കോട്ടയം വഴി. അപ്പോൾ രാവിലെ ഒരു പാസഞ്ചർ വന്ന് കിടക്കുന്നുണ്ടാവും, അതാവും നമ്മുടെ എറണാകുളത്ത് വന്ന് കിടന്നിട്ട് അത് എന്നിട്ട് രാത്രി 7:40 തിരിച്ച് ഗുരുവായൂരിലേക്ക് എറണാകുളം ഗുരുവായൂർ പാസഞ്ചറായിട്ട് പോകട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഷട്ടിൽ സർവീസ് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിൻ ഇപ്പോൾ അവിടെ പോയിട്ട് കായംകുളം പാസഞ്ചറായിട്ട് പോകും. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്തായാലും ഒരു മണിക്കൂർ 3/4 മണിക്കൂറിൽ നമ്മൾ എന്തായാലും എറണാകുളം ജംഗ്ഷനിൽ കയറും. അപ്പോൾ ആ ഒരു സമയം അനുസരിച്ച് അത് അവിടെ നിന്ന് നേരെ കായംകുളത്തേക്ക് പോകും. എന്നിട്ട് വേറൊരു വണ്ടി റേക്ക് നമ്മുടെ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും, സൗത്തിൽ 5th പ്ലാറ്റ്ഫോമിൽ 4th പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ടാവും. ആ ഡിപ്പെൻസ് ആണ് കേട്ടോ, ചിലപ്പോൾ മാറി കിടക്കാം. അപ്പോൾ അവിടെ നിന്നാണ് 7:40 നമ്മുടെ രാത്രിയിലെ പാസഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്തിൽ നമുക്ക് എയർപോർട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ ഈ അങ്കമാലി വന്ന് കയറാണ് കേട്ടോ. അപ്പോൾ അങ്കമാലിയിൽ നമുക്ക് വീണ്ടും ലൂപ്പിലോട്ട് കയറും ട്രെയിൻ. അപ്പോൾ നമ്മളിനിയിപ്പോൾ മെയിൻ ലൈനിൽ നിന്ന് ലൂപ്പിലോട്ട് കയറി ഭയങ്കര പതിയാട്ടോ പോവുക. ഇവിടെ 10-ന് താഴെയാണ് തോന്നുന്നു ലൂപ്പ് സ്പീഡ്, 10 തന്നെയാണ് തോന്നുന്നു. 10-ന് താഴെ വരാൻ ചാൻസ് ഇല്ല. 10-ലൊക്കെ തന്നെയാണ് മെയിനിൽ നിന്ന് ലൂപ്പിലോട്ട് കയറി നമ്മൾ സ്റ്റേഷനിലോട്ട് പോവുക. നമ്മളിത് ഇപ്പോൾ മെയിൻ ലൈനിൽ നിന്ന് ലൂപ്പിലേക്ക് പിടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അങ്കമാലിയുടെ SSB ഒക്കെ കഴിയണ സമയത്താണ് നമ്മൾ മെയിനിൽ നിന്ന് ലൂപ്പിലോട്ട് കയറുക. ഇനി പതുക്കെ പോകുള്ളൂ കേട്ടോ. ഇനി കയറി സ്റ്റേഷനിൽ കയറണ വരെ ഈ ഒരു ഇഴഞ്ഞുള്ള പോക്ക് അങ്കമാലിയിൽ. അപ്പോൾ ഈ ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ ഈ ട്രെയിൻ ലേറ്റ് ആകും കൂടെ ചെയ്യണ സമയത്താവും നമുക്ക് ആകെ മൊത്തം ക്ഷമൊക്കെ ഇടുക, നമുക്ക് ദേഷ്യം വേണ്ട സമയത്താണ്. കാരണം ഇവിടെ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഇത്രയും പതിയവർ ഇപ്പോഴും ലൂപ്പിൻ്റെ സ്പീഡൊന്നും കൂട്ടാണ്ട് അതേ സ്പീഡിൽ തന്നെയാണ് ഇപ്പോഴും ട്രെയിൻ ചെന്ന് കയറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് അങ്കമാലി സ്റ്റേഷനിൽ വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിത് വീണ്ടും ഈ ലൂപ്പിലോട്ട് കയറുമ്പോഴാണ് ഭയങ്കരമായിട്ട് എഴുതുക. അപ്പോൾ നമുക്കത് കുറച്ച് ദൂരേന്നേ ഇത് പതുക്കെയാണ് കയറുള്ളൂ. നമ്മൾ ഫൈനലി സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ് ലൂപ്പ് പിടിച്ച്. നമ്മൾ അങ്കമാലിയിൽ നിന്ന് വിട്ടാലും ഈ ലൂപ്പ് തന്നെ കയറാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അതും ഇതേ സ്പീഡിൽ തന്നെയാണ് നമ്മൾ പോയി മെയിനിലോട്ട് കയറുക. ഈ അങ്കമാലി സെക്ഷനിലുള്ള ഒരു ഇതാണ് ഈ ലൂപ്പ് ലൈൻ്റെ ഒരു പ്രശ്നം. ഇവിടെ സ്റ്റോപ്പില്ലാത്ത ട്രെയിനാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അടിച്ച് പറത്തി മെയിൻ ലൈനിൽ കൂടെ പോക്കാണ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിനുകൾ ഈ ഒരു ലാഗ് എന്തായാലും വരും. അങ്കമാലിയിൽ നിന്ന് ഈ ലൂപ്പ് കഴിഞ്ഞ് മെയിൻ ലൈനിലോട്ട് കയറാനുള്ള ടൈം എന്തായാലും എടുക്കും കേട്ടോ. നമ്മളെ മെയിനിൽ കയറിയിട്ടാണ്. അപ്പോൾ ഇനി പതുക്കെ നമ്മൾ സ്പീഡിൽ തുടങ്ങുകയാണ്. അപ്പോൾ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള ഈ ട്രാക്കിൽ നിന്നാണ് നമ്മൾ നേരെ മെയിൻ ലൈനിലോട്ട് കയറിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നല്ല കത്തിക്കലാവെന്ന് വിചാരിക്കുക കേട്ടോ. ഇന്ന് ഈ പാസഞ്ചർ അധികം പിടിച്ചൊന്നും ഇട്ടിട്ടില്ല, എല്ലായിടത്തും നല്ല ഒരു സ്പീഡിൽ തന്നെയാണ് പോകണേ. നമ്മൾ ഓരോ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നതായാലും അവിടെ നിന്ന് എവിടെ നിന്നായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സ്പീഡിലോട്ട് പോകണത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഏത് സമയത്ത് ഈ റൂട്ട് വഴി പോയാലും എയർപോർട്ട് നമുക്ക് മസ്റ്റാണ് ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ ഒരു ഭംഗി വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഒന്നും പറയാനില്ലാത്തൊരു ഭംഗിയാണ് എയർപോർട്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പ്ലെയിൻ സ്പോട്ട് ചെയ്യാൻ വരാറുണ്ട്. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ നല്ല അടിപൊളി കാഴ്ചകൾ ഫ്ലൈറ്റ് കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ് ആ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ. എല്ലാം നിൽക്കുന്നുണ്ട്, ഇൻഡിഗോ നിൽക്കുന്നുണ്ട്, വിസ്താര നിൽക്കുന്നുണ്ട്, എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് നിൽക്കുന്നുണ്ട്, എയർ ഇന്ത്യ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് ടേക്ക് ഓഫിൻ്റെ ഒരു ടൈമാണ് തോന്നുന്നു, ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞാൽ വൈകിട്ടത്തെ സമയം.
ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് പ്ലെയിൻ സ്പോട്ട് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോവുള്ളൂ. ആലുവ വന്ന് കയറിയിരിക്കുക കേട്ടോ. നമ്മുടെ ഈ പാസഞ്ചറിന് ഈ പോണ പാസഞ്ചറിന് കളമശ്ശേരി സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ രാവിലെ പോകുന്ന പാസഞ്ചർ കളമശ്ശേരി നിൽക്കില്ല. അതുപോലെ രാത്രി തിരിച്ചു വന്ന പാസഞ്ചറിന് കളമശ്ശേരി സ്റ്റോപ്പില്ല കേട്ടോ. ഇപ്പോൾ ഈ പോകുന്ന പാസഞ്ചറിന് മാത്രമേ കളമശ്ശേരി സ്റ്റോപ്പുള്ളൂ. കളമശ്ശേരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ട്രെയിനിനും അങ്ങനെ സ്റ്റോപ്പില്ല കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഈ പോകുന്ന പാസഞ്ചറിനും അതേപോലെ തന്നെ രാവിലെ ഈ വരുന്ന പാസഞ്ചർ ഉണ്ട്, ഇതിൻ്റെ തന്നെ പെയറായിട്ട് വരുന്നത് ആ 2 പാസഞ്ചറിനും. പിന്നെ മെമൂനും കളമശ്ശേരി സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. വൈകിട്ട് പോണ മെമൂനും ഉച്ച തിരിഞ്ഞ് പോണ മെമൂനും ഇപ്പോൾ ഒരു എറണാകുളം പാലക്കാട് വരുന്ന ആ മെമൂനും കളമശ്ശേരി സ്റ്റോപ്പ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് ട്രെയിനൊക്കെ കളമശ്ശേരി സ്റ്റോപ്പുള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് കടന്നാൽ തന്നെ നമ്മുടെ HMT ജംഗ്ഷൻ്റെ അങ്ങോട്ട് നമ്മൾ കയറി ചെല്ലുക. ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. പിന്നെ ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് എടപ്പള്ളിയാണ്. എടപ്പള്ളി ഇപ്പോൾ തന്നെ എത്താം, അധികം നേരം ഒന്നും എടുക്കില്ല എടപ്പള്ളി എത്താനായിട്ട്. നമ്മൾ എടപ്പള്ളി എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടൗണും കൂടെ മാത്രമേ ഉള്ളൂ പോകാനായിട്ട്. എടപ്പള്ളി സ്റ്റേഷൻ വന്ന് കയറേണ്ടത് നമ്മൾ. നമുക്കിനി ഒരു 10-20 മിനിറ്റ് കൂടെ മതി സൗത്തിൽ കയറാൻ. ഇനിയിപ്പോൾ ടൗൺ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പിടിച്ചിട്ടാലാണ് പണി കിട്ടുക. ഫ്രൈറ്റിൻ്റെ അപ്പുറത്തെ ഒരു റേക്കും കിടക്കുന്നുണ്ട്. അത് ഏതാണെന്ന് എനിക്ക് കാണാൻ പറ്റണില്ല. പറ്റ്നാർണവളാണോ തോന്നുന്നു അവിടെ കിടക്കുന്ന റേക്ക്. എപ്പോഴും പറ്റ്നാർണവളം അല്ലെങ്കിൽ ഒരു സ്പെഷ്യലാണ് കിടക്കാറ്. ഈ പറ്റ്നാർണവളല്ല കേട്ടോ, LSB ആയിട്ട് ഓടുന്നത് എറണാകുളം ഉണ്ട്, വാരണാസി വഴി പോകുന്നത്. അപ്പോൾ അത് അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് തോന്നുന്നു. നമ്മുടെ ട്രാക്കിൻ്റെ തന്നെ റെയിൽ കയറ്റി വെച്ചിട്ടുള്ള ഫ്ലൈറ്റ് ആട്ടോ ഇവിടെ നിൽക്കണത്. ഇത് എടപ്പള്ളിയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടേക്ക് കൊണ്ടുപോകണമെന്ന് ഒരു പിടുത്തം കണ്ടില്ല. അപ്പോൾ ഈ ലൈൻ സെക്ഷനിൽ തന്നെ മാറ്റാനുള്ളതായിരിക്കും തോന്നുന്നു. അത് എടപ്പള്ളി സ്റ്റേഷനിൽ ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട് മെയിൻ ലൈനിൽ. അപ്പോൾ നമ്മൾ എന്തായാലും ലൂപ്പ് കയറിയാണ് പോകണത്. ഇപ്പോൾ മെയിൻ ലൈനിൽ കിടക്കുന്നത് ഫ്ലൈറ്റാണ്. സെൻട്രൽ റെയിൽവേയുടെ ഒരു WH9 അല്ല EFK12K എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോക്കോ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. അത് ആ WH9 അവരെങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ട്വിന്നായിട്ട് ചെയ്ത് WH12ൻ്റെ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ആ ലോക്കോയുടെ പേര് EFK12K എന്നാണ് കേട്ടോ. അതിനാണ് കൊടുത്തേക്കണത് ആ ലോക്കോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ കാണണം കേട്ടോ. നമ്മുടെ എടപ്പള്ളിയിലൊക്കെയാണ് ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ വന്ന് കിടക്കണം എപ്പോഴും കാണാൻ പറ്റാറ്. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പായി എറണാകുളം ടൗണിൽ കയറാം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൗത്തിലേക്ക് പോവാം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പിടിച്ചിടാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സുഖമായിട്ട് സൗത്തിൽ ചെന്ന് കയറാൻ പറ്റും കേട്ടോ. ഈ ഒരു ഗ്യാപ്പിലാണ് ഇപ്പോൾ ഈ ട്രെയിനുകൾ പാസഞ്ചർ മെമോ ഒക്കെ ആ ഒരു സീ ക്യാബിൻ കഴിഞ്ഞിട്ട് പിടിച്ചിടാനുള്ള പതിവുണ്ട്. ലൈൻ ക്ലിയറൻസ് കിട്ടാൻ അല്ലെങ്കിൽ സ്റ്റേഷൻ ക്ലിയറൻസ് കിട്ടാണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ നേരെ സൗത്തിൽ ചെന്ന് കയറാൻ പറ്റും.
നമ്മൾ നോർത്തിൽ നിന്ന് വിട്ടിരിക്കുക കേട്ടോ. ഈ നോർത്തിലൊക്കെ നമുക്ക് ഈ ലൂപ്പ് സ്പീഡ് ഭയങ്കര കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10ൻ്റെ മേലൊന്നും ലൂപ്പ് സ്പീഡ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിനിപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് പതിയെ നമ്മൾ ലൂപ്പ് കയറിയാണ് മെയിനിലോട്ട് കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലൂപ്പിൽ നിന്ന് കയറി ഇപ്പോൾ മെയിനിലോട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ആകെ ഒരു 10 മിനിറ്റേ ഉള്ളൂ സൗത്തിലോട്ട്. അപ്പോൾ പിടിച്ചിടാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പോകും. അത് പറഞ്ഞില്ല കേട്ടോ. അപ്പം തന്നെ നമുക്ക് സിഗ്നലിൽ പോയിരിക്കുകയാണ്. സ്ലോ ആക്കിയിട്ടുണ്ട്, പിടിക്കാണ്ട് നേരെ പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഈ നിങ്ങൾക്ക് ഈ ലെഫ്റ്റിൽ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് നേരെ എറണാകുളം ടൗണിൽ നിന്ന് പോയി ബൈപ്പാസ് ചെയ്ത് തൃപ്പൂണിത്തുറ വഴി കോട്ടയം പോകുന്ന ലൈനാണ് കേട്ടോ. അപ്പോൾ കോട്ടയം വഴി പോകുന്ന ട്രെയിനുകളൊക്കെ നേരെ നോർത്തിൽ നിന്ന് എടുത്ത് ലെഫ്റ്റ് ഈ ബൈപ്പാസ് എടുത്താണ് പോകുന്നത്. അതേപോലെ തന്നെ തിരിച്ച് വരുന്ന ട്രെയിനുകളായാലും തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി വരുന്ന ട്രെയിനുകളായാലും ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് ബൈപ്പാസ് ചെയ്ത് സി ക്യാബിൻ ത്രൂ ഇങ്ങനെ കയറിയാണ് ടൗണിലോട്ട് പോകട്ടെ. ആ ട്രെയിനൊന്നും സൗത്തിലേക്ക് പോയില്ല. അപ്പോൾ ആ വന്ന് കിടന്ന ലൈനാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ പുറത്ത് ഔട്ടറിൽ തന്നെ പിടിക്കുന്ന തോന്നുന്നു കേട്ടോ. സിഗ്നലിൽ ഈ പ്ലാറ്റ്ഫോം ക്ലിയറൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നോർത്തിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഉരുട്ടലാട്ടാ. പിന്നെ ഇത് ഈ സ്പീഡിൻ്റെ മേലെ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിൽ ഈ സ്പീഡിൽ തന്നെ സെയിം സ്പീഡിൽ തന്നെ ഞാൻ ചെന്ന് സൗത്തിലെ പ്ലാറ്റ്ഫോമിൽ കയറുള്ളൂന്നുണ്ട് കേട്ടോ. കാരണം അവിടെ ഈ സ്പീഡിൽ തന്നെ ഇപ്പോൾ ഇത് പോവുള്ളൂ. എന്തെങ്കിലും ലൈൻ ക്ലിയറൻസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ക്ലിയറൻസ് ഉണ്ടെങ്കിൽ ആവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇതേ സ്പീഡിൽ തന്നെ ആയിട്ട് പോകണം, ഒരു മാറ്റമില്ല. ഉരുട്ടൽ തന്നെ പിടിച്ചിടാണ്ടിരുന്ന തന്നെ വലിയ കാര്യം. ഉരുട്ടിയാണെങ്കിലും കയറിയാൽ മതി. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഉരുട്ടലിന് ശേഷം നമ്മൾ നേരെ ചെന്ന് കയറാട്ടോ സൗത്തിൽ. നമ്മൾ കയറാൻ പോകുന്നത് 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ കയറണം കേട്ടോ. 5ാമത്തിലാണ് കൊണ്ട് കയറ്റണേ. അപ്പോൾ പിന്നെ സ്ഥിരം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കിടക്കുള്ളൂ തോന്നുന്നു ഇപ്പോൾ ഈ ട്രെയിൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് മിക്കുന്ന രാത്രി തിരിച്ച് പാസഞ്ചറായിട്ട് പോകാൻ ചാൻസ് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷട്ടിൽ സർവീസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏതാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതേപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ ആയി കഴിഞ്ഞു കേട്ടോ. ഞാൻ മിക്കവാറും തിരിച്ച് പോകുന്നത് ഇപ്പോൾ ഈ 3-ൽ കിടക്കുന്ന SMVT ബാംഗ്ലൂരിൽ കയറിയിട്ടാകും പോവുക. എറണാകുളത്തിൽ നിന്ന് പോകുന്ന SMVTയിൽ കയറിയാൽ ഞാൻ തിരിച്ച് പോകണ്ടാവുക. അപ്പോൾ അതിൽ കയറിയിരിക്കണം. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറിയിരിക്കാൻ. അപ്പോൾ UTS നോക്കിയിട്ട് ഇപ്പോൾ പറ്റണില്ല. അപ്പോൾ സ്റ്റേഷനിൽ കയറിയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ വന്ന് കയറാണ്. സൗത്തിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം തിരക്കാണ് ഈ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിരിക്കണം. ഈ ട്രെയിനിലോട്ടോ വേറെ ഏതോ ട്രെയിനിൽ ആൾക്കാർ കുറച്ച് നേരം കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചത് ഫുട് ഓവർ ബ്രിഡ്ജ് കയറി പോയിട്ട് അടുത്ത ടിക്കറ്റ് എടുത്ത് പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഫുട് ഓവർ ബ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ തിരക്ക് നിസ്സാര തിരക്കല്ല കേട്ടോ, ഭയങ്കര തിരക്കാണ് ഈ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിരിക്കണത്. എറണാകുളം സൗത്ത് 5th പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നത് കേട്ടോ. ആലപ്പി ചെന്നൈ ഇപ്പോൾ വന്നിട്ട് ഒരു 10-15 മിനിറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇതുവരെ എടുത്ത് പോയിട്ടില്ല, എന്താണെന്ന് അറിയില്ല. സിഗ്നൽ കിട്ടാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. ആലപ്പി ചെന്നൈയുടെ ലിവറി ആയി ഇൻഡിപെൻഡൻസ് ഡേ WP4 ആണ്, അറക്കോണ WP4 ആണ് കിടക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് ടാറ്റാനഗർ ഷെഡിൻ്റെ പീസാണ് കിടക്കുന്നുണ്ട്. അത് ഇന്ന് രാവിലെ വന്ന് എറണാകുളം ടാറ്റാനഗറിൻ്റെ ലോക്കോ ആയിരിക്കും. ടാറ്റാനഗർ എറണാകുളത്തിൻ്റെ ടാറ്റാനഗറിൻ്റെ പീസാണ് ലോക്കോ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും നാളെ രാവിലെ ഈ ടാറ്റാനഗറിന് തന്നെ തിരിച്ചു പോകും. ആ വണ്ടിക്ക് സ്ഥിരമുള്ള ലോക്കോ ആണ് ആ P7. നമ്മൾ വന്നിറങ്ങിയ സമയം അത്രയും ബിസി ആയിരുന്നു കേട്ടോ എറണാകുളം ജംഗ്ഷൻ. ഞാനിങ്ങനെ അധികം എറണാകുളം ജംഗ്ഷൻ ഇങ്ങനെ ബിസി ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ട്രെയിൻ വന്നിറങ്ങിയ 4:15 വേണാടിൻ്റെ ആൾക്കാർ, ആലപ്പുഴ ചെന്നൈയുടെ ആൾക്കാർ, പിന്നെ ഈ വണ്ടി കയറാൻ ആൾക്കാർ എല്ലാവരും കൂടി ഒരുമിച്ചൊരു കൂട്ടായിട്ടാണ് 5th അവിടെ നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ FOB ഒക്കെ കയറി ചെന്ന് ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ പോയില്ല കേട്ടോ. ആ നമ്മുടെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഇൻഫർമേഷൻ കൗണ്ടറിൽ നേരെ ഓപ്പോസിറ്റ് ചുമരിലായിട്ട് UTSൻ്റെ സ്കാനർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ചെറിയൊരു സ്റ്റിക്കർ പോലെയാണ് ഒടിച്ചേക്കണം. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കൗണ്ടർ വരെ പോകേണ്ട ആവശ്യമില്ല. UTS ആപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ സൗത്തിൽ 1st പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ കേട്ടോ. അവിടെ ഇൻഫർമേഷൻ കൗണ്ടറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് വേഗം ട്രെയിനിൽ കയറാൻ പറ്റും. നിങ്ങൾക്ക് പെട്ടെന്ന് മാറി കയറാൻ ട്രാവൽ ചെയ്യണവരൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ചെന്ന് കയറി ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ 1:30 തുടങ്ങിയ ആ ഒരു ഗുരുവായൂർ പാസഞ്ചർ യാത്ര നമ്മളിത് എറണാകുളം ടൗണിൽ ബിഫോർ അടിച്ചാട്ട് വന്നത്. 4:15 ആകുമ്പോൾ നമ്മൾ ബിഫോർ അടിച്ച് കയറി. ഒരു 15 മിനിറ്റ് ബിഫോറാണ് കയറിയത്. ഞാൻ മുന്നേ കുറേ റിപ്പീറ്റേറ്റീവായിട്ട് പറയണ്ടായി നമുക്ക് തേപ്പ് കിട്ടുമോ, മറ്റേ നോർത്ത് കഴിഞ്ഞാൽ സൗത്തിൻ്റെ ഇടയിൽ പിടിക്കുമോ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല കേട്ടോ. എഴഞ്ഞ് ഉരുണ്ട് വന്നിട്ട് പോലും ട്രെയിൻ ബിഫോർ അടിച്ച് സൗത്തിൽ കയറി. അപ്പോൾ നമ്മളിവിടെ അടിപൊളിയായിട്ട് യാത്രയൊക്കെ ചെയ്ത് തീർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് തിരിച്ച് ഇവിടെ നിന്ന് 4:50 ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ, M വിശ്വേശ്വര SMVTയിലേക്ക് പോകുന്നത് എറണാകുളത്തിൽ നിന്ന്. അപ്പോൾ അതിൽ കയറി നമ്മൾ തൃശ്ശൂർ പോകും. അപ്പോൾ ഈ ഒരു അടിപൊളി വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ പുതിയതായിട്ട് വരുന്നതാണ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അല്ലാത്തവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ഓക്കെ ഗൈസ്, പാക്കലാം, ബൈ.